Hi, +1 Chemistry, Chapter 1, some basic concepts of chemistry, Part 2 class ആണിത്. Physical and chemical properties. ഒരു മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസിനെ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. They are physical and chemical properties. Properties which can be measured or observed without changing composition or identity of substance are called physical properties. ഇപ്പോൾ ഒരു സബ്സ്റ്റൻസിൻ്റെ കോമ്പോസിഷനോ ഐഡൻറ്റിറ്റിയോ ഒന്നും മാറ്റാതെ തന്നെ മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ്, അതായത് ഇപ്പോൾ കളറുണ്ട്, അതിൻ്റെ ഓർഡറുണ്ട്, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, മാസ്, ഇതൊന്നും നമുക്ക് ആ സബ്സ്റ്റൻസിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്താതെ മെഷർ ചെയ്യാൻ പറ്റും. ഇത്തരം പ്രോപ്പർട്ടീസാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? ഒരു കെമിക്കൽ ചേഞ്ച് വഴി മാത്രമേ നമുക്കത് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള ചേഞ്ചസ് ആണ് കെമിക്കൽ ചേഞ്ചസ്. ഫോർ എക്സാമ്പിൾ കോമ്പോസിഷൻ, കമ്പസ്റ്റബിലിറ്റി, റിയാക്ടിവിറ്റി വിത്ത് ആസിഡ്സ് ആൻഡ് ബേസസ്. നമ്മൾ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് എടുക്കുന്നു, ആ കോമ്പൗണ്ടിൽ ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ നോക്കണമെങ്കിൽ ഉറപ്പായിട്ടും ആസിഡ് ആഡ് ചെയ്യേണ്ടി വരും. അതായത് ഒരു കെമിക്കൽ ചേഞ്ച് അവിടെ നടത്തിയാൽ മാത്രമേ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തിയാൽ മാത്രമേ അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്തരത്തിലുള്ള ചേഞ്ചുകളാണ് കെമിക്കൽ ചേഞ്ചസ്. Then physical properties in a measurement. Any quantitative observation or measurement is represented by a number followed by units in which it is measured. അപ്പോൾ earlier സിസ്റ്റത്തിൽ രണ്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മെഷർമെൻ്റ് ആണ് നടത്തിയിരുന്നത്, അല്ലെങ്കിൽ യൂണിറ്റുകളാണ് യൂസ് ചെയ്തിരുന്നത്, ഇംഗ്ലീഷ് സിസ്റ്റം ആൻഡ് മെട്രിക് സിസ്റ്റം. പക്ഷേ ഇപ്പോൾ കോമൺ സ്റ്റാൻഡേർഡ് സിസ്റ്റം, അതായത് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതനുസരിച്ച് 7 ബേസിക് യൂണിറ്റുകളാണ് ഉള്ളത്. ദേ ആർ ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. അപ്പോൾ ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്, ടെമ്പറേച്ചറിൻ്റേത് കെൽവിൻ ആണ്, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം. ഇവയെല്ലാം SI യൂണിറ്റുകളാണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ, ടൈം സെക്കൻഡ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി ക്യാൻഡില, ഇലക്ട്രിക് കറന്റ് ആംബിയർ. ദെൻ മാസ് ആൻഡ് വെയിറ്റ്. മാസ് എന്താണെന്ന് നമുക്കറിയാം. ഒരു ബോഡിയിലുള്ള എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻ്റ് ആണ് മാസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും നമ്മൾ ഒരേ ടേംസിൽ തന്നെ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ മാസും വെയിറ്റും ഡിഫറെൻ്റ് ആണ്, രണ്ടിൻ്റെയും യൂണിറ്റ് പോലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരു ബോഡിയിലുള്ള ടോട്ടൽ എമൗണ്ട് ഓഫ് മാറ്ററിനെ നമ്മൾ മാസ് എന്ന് പറയുന്നത്. അതൊരു കോൺസ്റ്റൻറ്റ് ക്വാണ്ടിറ്റിയാണ്, പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല കണ്ടീഷൻസിനനുസരിച്ച്. ഇതിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്. ഇനി വെയിറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ആക്ടിങ് ഓൺ എ ബോഡി. അതൊരു വേരിയബിൾ ക്വാണ്ടിറ്റിയാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാറുന്നതിനനുസരിച്ച് ഈ ഒരു വെയിറ്റ് വ്യത്യാസം വരാം, പ്ലേസിനനുസരിച്ച് വ്യത്യാസം വരാം. SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. ഓക്കെ, അതൊരു ഫോഴ്സ് ആണല്ലോ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡിയാണ്, അതുകൊണ്ട് യൂണിറ്റ് ന്യൂട്ടൺ ആണ്. നെക്സ്റ്റ് വോളിയം. വോളിയം എന്ന് പറയുന്നത് എന്താണ്? ഒരു ബോഡിക്ക് ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ട എമൗണ്ട് ഓഫ് സ്പേസ് ആണ് വോളിയം. SI യൂണിറ്റ് മീറ്റർ ക്യൂബ് ആണ്. കെമിസ്ട്രിയിൽ സ്മോളർ വോളിയംസ് യൂസ് ചെയ്യാറുണ്ട്. സെന്റിമീറ്റർ ക്യൂബ്, ഡെസിമീറ്റർ ക്യൂബ്, മില്ലി ലിറ്റർ, ഇങ്ങനെയുള്ള വോളിയംസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ യൂണിറ്റുകളും യൂസ് ചെയ്യാറുണ്ട്. ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? മാസ് പെർ യൂണിറ്റ് വോളിയം ആണ് ഡെൻസിറ്റി. ഓക്കെ, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് അതിൻ്റെ SI യൂണിറ്റ്. പക്ഷേ ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിലാണ് നമ്മൾ കോമൺലി അത് എക്സ്പ്രസ് ചെയ്യാറ്. അടുത്തത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബോഡിയുടെ ഹോട്ട്നെസ് അല്ലെങ്കിൽ കോൾഡ്നെസ്സിൻ്റെ ഡിഗ്രിയാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് ജനറലി എക്സ്പ്രസ് ചെയ്യുന്നത്. മറ്റ് യൂണിറ്റുകൾ ഡിഗ്രി ഫാരൻഹീറ്റ്, കെൽവിൻ ഒക്കെയാണ്. SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് ഒക്കെ തമ്മിലുള്ള റിലേഷൻ, ഡിഗ്രി ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു 9/5 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32 ആണ്. ഡിഗ്രി സെൽഷ്യസും കെൽവിനും തമ്മിലുള്ള ബന്ധം. ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് ആക്കാൻ എന്താണ് ചെയ്യേണ്ടത്? 273 ആഡ് ചെയ്താൽ മതി. ഡിഗ്രി സെൽഷ്യസ് 0 ആണെങ്കിൽ കെൽവിൻ 273 കെൽവിൻ ആയിരിക്കും. ഓക്കെ, ദെൻ പ്രിസിഷൻ ആൻഡ് ആക്യുറസി. പ്രിസിഷൻ ആൻഡ് ആക്യുറസി ഒക്കെ നമ്മൾ ഒരു സയൻറ്റിഫിക് മെഷർമെൻറ്റിൽ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റുകളിൽ യൂസ് ചെയ്യുന്നതാണ്. പ്രിസിഷൻ എന്ന് പറയുന്നത് ക്ലോസ്നെസ് ഓഫ് വേരിയസ് മെഷർമെൻറ്റ്സ് ഫോർ ദി സെയിം ക്വാണ്ടിറ്റി. ആ ഒരു നമ്മൾ മെഷർ ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റികളെല്ലാം തമ്മിലുള്ള ആ ഒരു ക്ലോസ്നെസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 18 ഉണ്ട്, 18.1 ഉണ്ട്, 18.2 ഉണ്ട്, 18.5 ഉണ്ട്, ഇങ്ങനെ അടുത്തടുത്ത വാല്യൂസ് ആണെങ്കിൽ പ്രിസൈസ് ആണ് ആ വാല്യൂ എന്ന് പറയാം. പക്ഷേ ആക്യുറസി എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും ആ ഒരു കറക്റ്റ്നെസ് ആണ്. ഇൻക്രിമെൻറ്റ് ഓഫ് പർട്ടിക്കുലർ വാല്യൂ ടു ദി ട്രൂ വാല്യൂ ഓഫ് റിസൾട്ട്. നമ്മുടെ കറക്റ്റ് വാല്യൂ ആയിട്ട് എത്രത്തോളം അതിന് ബന്ധമുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ കറക്റ്റ്നെസ് ഉണ്ട് എന്നുള്ളതാണ് ആക്യുറസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്യുറസി നമ്മൾ പറയാറുണ്ടല്ലോ, ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെഷർമെൻ്റ് ആണ്, ആക്യുറേറ്റ് ആയിട്ടുള്ള തിങ്കിങ് ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അതാണ് പ്രിസിഷൻ ആൻഡ് ആക്യുറസി. അടുത്തത് സയൻറ്റിഫിക് നൊട്ടേഷൻ. എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ ആണ്, അതായത് വലിയ സംഖ്യകളെ നമുക്ക് ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. n × 10⁻n. ഇവിടെ സ്മോൾ n എന്ന് പറയുന്നത് ഒരു എക്സ്പോണൻ്റ് ആണ്, പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ ഉണ്ടാവുക. 10⁻n ആണ്, പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ വരാം.
ക്യാപിറ്റൽ N എന്ന് പറയുന്നത് നമ്പറാണ്. 1നും 9.999നും ഇടയ്ക്കുള്ള നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സയൻറ്റിഫിക് നൊട്ടേഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. N എപ്പോഴാണ് പോസിറ്റീവ് ആവുന്നത്? ഡെസിമൽ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ N പോസിറ്റീവ് ആവുന്നു. ദെൻ ഡെസിമൽ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ N നെഗറ്റീവ് ആവുന്നു. എക്സാമ്പിൾ 368.9 എന്നുള്ളത് 3.689 ഇൻറ്റു 10⁻² എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ഡെസിമൽ എങ്ങോട്ടാണ് മാറിയതെന്ന് ശ്രദ്ധിക്കുക. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് മാറിയത് അല്ലേ? ലെഫ്റ്റിലേക്ക് മാറുമ്പോൾ ഇറ്റ് ബിക്കംസ് പോസിറ്റീവ്. ഇനി ഈ ഒരു സംഖ്യ 0.000563 ആണെങ്കിൽ 5.63, അതായത് 4 അക്കം റൈറ്റിലേക്കാണ് മാറിയത്. അപ്പോൾ 10⁻⁻4 ആയി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സയൻറ്റിഫിക് നൊട്ടേഷൻസ് നടത്താവുന്നതാണ്. ഡെസിമൽസിൻ്റെ പ്ലേസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണ് ചെയ്യുന്നത്. ദെൻ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഒരു എക്സ്പെരിമെൻറ്റ് മെഷർമെൻറ്റ്, എല്ലാ എക്സ്പെരിമെൻ്റൽ മെഷർമെൻറ്റിലും കുറച്ചൊരു അൺസർട്ടനിറ്റി ഉണ്ടാവും അത് റിലേറ്റ് ചെയ്ത്. അപ്പോൾ ഈ ഒരു അൺസർട്ടനിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് മീനിങ് ഫുൾ ഡിജിറ്റ്സ് ആണ്, വിച്ച് ആർ നോൺ വിത്ത് സെർട്ടനിറ്റി. സെർട്ടൺ ആയിട്ടുള്ള വാല്യൂ ആണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അൺസർട്ടനിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ആ ഒരു അൺസർട്ടൺ ഡിജിറ്റും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഈ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. ഒന്ന്, നോൺ സീറോ ഡിജിറ്റുകളെല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ 285 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്. 0.25 മില്ലി എന്ന് പറയുമ്പോൾ അവിടെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണത്. നോൺ സീറോ ഡിജിറ്റുകളെല്ലാം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. ദെൻ നോൺ സീറോ ഡിജിറ്റിന് മുമ്പ് ഉള്ള സീറോസ്, പ്രിസൈഡിങ് നോൺ സീറോ ഡിജിറ്റ് എല്ലാം എങ്ങനെയാണ്? നോട്ട് സിഗ്നിഫിക്കൻ്റ് ആണ്. അതുകൊണ്ട് ഇവിടെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ. 0.0052ന് ഈ 5ന് തൊട്ട് മുമ്പുള്ള സീറോകൾ നമ്മൾ പരിഗണിക്കില്ല. അതുകൊണ്ട് ഇവിടെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ ഉള്ളൂ. ഇനി 2 നോൺ സീറോ ഡിജിറ്റുകളുടെ ഇടയ്ക്കുള്ള സീറോസും നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൂട്ടും. അപ്പോൾ 2.005ൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. കാരണം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ ഇടയ്ക്കാണ്, അല്ലെങ്കിൽ നോൺ സീറോ ഡിജിറ്റിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ സീറോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഓക്കെ, അപ്പോൾ ഇത്രയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്.